ഒരിക്കലും തീരാത്തൊരു കല്യാണം, നമ്മുടെ ജീവിതം പോലൊരു കല്യാണത്തെ പറ്റിയില്ല പറഞ്ഞിട്ടില്ല. എല്ലാ ആഘോഷങ്ങളും ഒരു ദിവസം 2 ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞ് തീർന്നു പോവല്ലേ. ആ തീരാത്തൊരു കല്യാണത്തിനെ പറ്റി. ആ കല്യാണത്തില് ആരൊക്കെയാ അതിഥികളായിട്ട് വരുന്നേന്ന് നോക്ക്. കബീർ സാഹിബ് വരുന്നു, റൂബി വരുന്നു, ഷംസ് വരുന്നു, മീരാബായ് വരുന്നു. അങ്ങനെ നിറയെ ഗുരുക്കന്മാരുടെ അതിഥികളായിട്ട് ഗുരുക്കന്മാർ വരുന്ന, അവരുടെ വാക്ക് വരുന്ന ഒരു കല്യാണത്തെ പറ്റി ഈ പാട്ട്. ഇത് പഞ്ചാബി ഭാഷയിലുള്ളതാണ്. അവിടെ അല്ലെങ്കിൽ കല്യാണങ്ങൾ വളരെ ഉത്സവം പോലെ നടക്കുന്ന ഒരു ഇടമാണ്. അപ്പൊ അവിടെയാണ് ഇങ്ങനെ ഒരു സങ്കല്പം, ഗുരുവിന്റെ വാക്ക് നിറഞ്ഞിട്ടുള്ള ജീവിതം തന്നെ കല്യാണമായിട്ടുള്ള സങ്കല്പം. മഴ 2-3 പാട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കല്ലുകൊണ്ടുള്ള പാമ്പിന് നമ്മൾ പാല് കൊടുക്കും, പക്ഷെ ശരിക്കുള്ള പാമ്പിനെ കണ്ട് നമ്മൾ തല്ലിക്കൊള്ളും. ഭിക്ഷയ്ക്ക് ഒരാൾ വന്നാൽ നമ്മൾ പോന്ന് പറയും, പക്ഷെ ഉണ്ണാത്ത മൂർത്തിക്ക് മുമ്പിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില അന്ധതകളെ പറ്റി ബസവണ്ണൻ പറഞ്ഞു തുടങ്ങുകയാണ്. ബസവണ്ണനാണ് കർണാടകത്തില് വലിയൊരു ഭക്തി പ്രസ്ഥാനത്തിന്റെ സമയത്ത് എല്ലാവരുടെ ഉള്ളിലുള്ള ആ ചൈതന്യാണ് സത്യത്തിലുള്ള അമ്പലം, അവിടെ അതാണ് സത്യത്തിലുള്ള ഈശ്വരൻ എന്നുള്ള ഒരു സങ്കല്പം പറഞ്ഞിട്ടുള്ള ആളാണ് ബസവണ്ണൻ.
മീരാബായിന്റെ ഒരു ചെറിയ പാട്ട് പാടിക്കൊണ്ട് ഈ പാട്ട് അവസാനിപ്പിക്കാം. മീരാബായി ആടുകൊണ്ട് പാടും. അരുളാനന്ദ കണ്ടാടുവാനേ തിങ്കളും കണ്ണയും ചൂടുവീശൻ വര പങ്കജം ചേർന്നു നിന്നാടുവാനേ വെണ്ണീരണിഞ്ഞ് വിളങ്ങും തിരുമേനി കണ്ണീരൊഴുകന്നാടുവാനേ ആയിരം കോടിയാനന്ദൻ നിരാനരമായിരം തുറന്നാടുവാനേ ആടുവാനേ മുനം തേടുവാനേ അരുളാനന്ദ കുത്തു കണ്ടാടുവാനേ തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാമെന്നറിഞ്ഞു കണ്ടാടുവാനേ ഉള്ളിൽ പൊളിത്താൽ പുറയ്ക്കും ഭൂമേരിയൻ ഉള്ളിൽ കളിക്കുമെന്നാടുവാനേ വേയും വിടാവും പിറക്കും ചുടുകാരും വരം മരുളാടുവാനേ കുഴലാടകം പോകുമ കോമളമേനി കണ്ടാടുവാനേ കുഴലാടകം പോകുമ കോമളമേനി കണ്ടാടുവാനേ ആടുവാനേ പുനം തേടുവാനേ അരുളാനന്ദ കണ്ടാടുവാനേ അരുളാനന്ദ കണ്ടാടുവാനേ നാദത്തിലും നാം നമഃശിവായ പൊരുളാടുവാനേ കുമാരനാടും തിരുമാറുമാറും പൊൻപൂമേനി കണ്ടില്ലെന്നാടുവാനേ കാമനെ ചുട്ട കണ്ണുള്ള താരാടി നാമം മുകർന്നു നിന്നാടുവാനേ വെള്ളി വരാലിൽ വിളങ്ങും വേദോ പൊരുളിൽ ധരിക്കുമെന്നാടുവാനേ വെള്ളി വരാലിൽ വിളങ്ങും വേദോ പൊരുളിൽ ധരിക്കുമെന്നാടുവാനേ ആടുവാനേ ആടുവാനേ ദേഹം നിജമല്ല ദേഹിയൊരുവനീ ദേഹത്തിലുണ്ടറിഞ്ഞിടുവാനേ ദേഹവും ദേഹിയുമൊന്നായി വിഴുങ്ങിടുമേതരുമുണ്ടറിഞ്ഞിടുവാനേ പെരുമഴിയെന്നല്ല പാരാതി തോന്നിയെന്നാടുവാനേ ആടുവാനേ പുരം തേടുവാനേ അരുളാനന്ദ കുത്തു കണ്ടാടുവാനേ ആടുവാനേ പുരം തേടുവാനേ അരുളാനന്ദ കുത്തു കണ്ടാടുവാനേ അരുളാനന്ദ കുത്തു കണ്ടാടുവാനേ ആടുവാനേ ആടുവാനേ. മീരാബായിന്റെ ഒരു ചെറിയ പാട്ട്. മീരാബായി പറയുന്നത് ഭഗവാനെ ഈ കുഞ്ഞു തോണി നീ കരക്കടുപ്പിച്ചു തരണം. ഈ നദി ഭയങ്കര ആഴമുള്ളതാണ്, ഈ തോണിയാണെങ്കിൽ ഒത്തിരി പഴയതാണ്. അപ്പൊ ജ്ഞാനത്തിന്റെയും
ധ്യാനത്തിന്റെ ഒക്കെ ഒരു കെട്ടുറപ്പ് തന്നിട്ട് ഈ തോണി നീ അക്കരയ്ക്ക് എത്തിച്ചു തരണം എന്നൊരു ചെറിയ പ്രാർത്ഥനയാണ്. ഈ വൈദ്യ സമയത്ത് നമ്മൾ എല്ലാം താമസിച്ചു പോയതുകൊണ്ട് ചുരുക്കി പാടുകയാണ്. എന്നാലും നിറയെ സ്നേഹത്തോടെ ഇരുന്ന എല്ലാവർക്കും നിറയെ സ്നേഹം. नाम पुरानी नाम पुरानी God God से दिया प्रभु जी काहे मीरा काहे मीरा काहे मीरा काहे मीरा गिरना ഇവിടെ മുസ്ലിം ആവട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാവട്ടെ നമുക്ക് ഒരുമിച്ച് പാട്ട് പാടാൻ പറ്റും. അതുപോലെ ഖുർആൻ ആവട്ടെ, ബൈബിൾ ആവട്ടെ, ഗീതയാവട്ടെ, എന്തുതരം മതപുസ്തകങ്ങളാവട്ടെ നമുക്ക് പ്രേമത്തോടെ അതെല്ലാം മനുഷ്യത്വത്തെ പറ്റിയുള്ള പുസ്തകങ്ങളാണ്. അപ്പൊ നമുക്കത് പ്രേമത്തോടെ അത് പഠിക്കാൻ പറ്റും. ഇങ്ങനെ അർത്ഥം വരുന്നൊരു കുട്ടികൾ പാടിക്കേട്ട ഒരു പാട്ടാണ്. इंसान हम बनेंगे संकल्प हो हमारा संकल्प हो हमारा इंसान हम बनेंगे संकल्प हो हमारा इंसान हम बनेंगे इंसान बन गए तो भगवान ही बनेंगे संकल्प हो हमारा हम एक ही जान के फूल नारे हम एक ही जान के फूल नारे लगते हैं कितने प्यारे हंसते रहे हंसने संकल्प हो हमारा हम एक ही जगन के चुनते हुए सितारे हम एक ही जगन के चुनते हुए सितारे लगते हैं कितने प्यारे खिलते रहे खिलेंगे संकल्प हो हमारा इंसानियत की गाथा हम प्रेम से पढ़ेंगे संकल्प हो हमारा संकल्प हो हमारा इंसान हम बनेंगे संकल्प हो हमारा इंसान हम बनेंगे इंसान बन गए तो भगवान ही बनेंगे संकल्प हो हमारा संकल्प हो हमारा ഇംഗ്ലീഷ് പാട്ട് അത്
ഇനിയും എത്ര നാള് കഴിയണം ഈ വെടിയുണ്ട ഉതിർക്കൽ നിർത്താൻ? ഇനിയും എത്ര കാലം കഴിയണം മനുഷ്യരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്യാനിരിക്കാൻ എന്നൊക്കെ ചോദിക്കാൻ നിറയെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാട്ടാണ്. ഇനിയും എപ്പോഴാണ് നമ്മൾ മനുഷ്യർ നിലവിളിക്കുന്നത് കേൾക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പം പലപ്പോഴും നമ്മുടെ മുഴുവൻ മനുഷ്യ ചരിത്രത്തിലേക്ക് നമുക്ക് എവിടെയാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴാണ് മോഡേൺ ലോകം ഉള്ളത്. പക്ഷെ നമുക്ക് കുറെ ഉപകരണങ്ങളുണ്ട്, നമുക്ക് പെട്ടെന്ന് ദൂരെയുള്ളവരോടൊക്കെ സംവദിക്കാൻ പറ്റുന്നതല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പണ്ട് കാലത്ത് ഗോത്രങ്ങളൊക്കെ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ അടിപിടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനുഷ്യ മനസ്സിന് ഒരു മാറ്റം, ഒരു മോഡേണിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുക്കന്മാര് നടന്ന ഇടങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റുക, അങ്ങോട്ട് നമുക്ക് നോക്കാൻ പറ്റുക. അപ്പൊ ഈ പാട്ട് പാടുന്നത് ഞാൻ നിർത്താം. ഇത് ബോബ് ഡിലന്റെ ഹൗ മെനി റോഡ്സ് എന്നുള്ള പാട്ട്. How many roads must a man walk down before you call him a man? How many seas must a white dove sail before she sleeps in the sun? How many times must a cannonballs fly before the forever man? The answer, my friend, is blowing in the wind. The answer is blowing in the wind. How many times must a man look up before he can see the sky? How many eyes must one man have before he can hear people cry? How many nights will it take till he knows that too many people have died? The answer, my friend, is blowing in the wind. The answer is blowing in the wind. How many hours must a mountain exist before it's washed to the sea? How many hours must some people exist before they're allowed to be free? And how many times must a man turn his head, pretending he just doesn't see? The answer, my friend, is blowing in the wind. The answer is blowing in the wind. കുറച്ചുനേരം കൊണ്ട് കുറെ ഭാഷകളിലൂടെ പോയി കുറെ സ്ഥലങ്ങളിലൂടെ പാട്ടുകൾ വന്നു. എല്ലാവർക്കും അറിയാൻ ക്രിസ്തു ആരാണ് അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ആരാണ് അയൽക്കാരൻ. അപ്പം ക്രിസ്തു പറഞ്ഞു കൊടുത്ത കഥയാണ് പാട്ടായിട്ട് നമ്മൾ പാടുന്നത്. വഴിയിൽ
പീഡിതരെ ആരാധനയിൽക്കാൻ Shiva,